ഇന്ന് നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് റെഡ്മി 30C 5G. ഈ ഫോണുകളിൽ കമ്പനി നൽകുന്നത് 8GB റാമിൽ 256GB മെമ്മറിയാണ്. പക്ഷേ അത് നമുക്ക് എന്ത് ചെയ്യാം, 16GB അപ്ഗ്രേഡ് ചെയ്യാനും കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇത് സെറ്റിങ്സ് നോക്കിക്കഴിഞ്ഞാൽ സെറ്റിങ്സ് എടുക്കുക. അതിൽ എബൌട്ട് ഫോണ് ഡിഫോൾട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 8+4GB ആണ് ഇപ്പോൾ നിലവിൽ കാണുക. അതായത് കമ്പനിയിൽ 16GB അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നിലവിൽ നമുക്ക് എന്ത് കാണിക്കുന്നത് 8+4 12GB ആണ് കാണിക്കുന്നത്. അതിന് നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെ അത് ബൂസ്റ്റ് ചെയ്തിട്ട് 16GB ആക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ബാക്ക് വന്നിട്ട് സെറ്റിങ്സ് വീണ്ടും ഓപ്പൺ ആക്കിയിട്ട് സെറ്റിങ്സിൽ അഡീഷണൽ സെറ്റിങ്സിൽ മെമ്മറി എക്സ്റ്റൻഷനിൽ ഓൺ ആക്കുക. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അത് 8GB മതിയെങ്കിൽ ഓഫാക്കി കൊടുത്താൽ 8GB മാത്രമേ എടുക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ 6GB എക്സ്ട്രാ ആക്കാം, അല്ലെങ്കിൽ 8GB ആക്കാം. അപ്പോൾ 8GB ആക്കുകയാണ്, അതായത് 16GB 8+8 അതാക്കി കഴിഞ്ഞ് റീബൂട്ട് ചെയ്ത് തുടങ്ങിയാൽ ഫോൺ എന്ത് ചെയ്യും, സ്വിച്ച് ഓഫ് ആയിട്ട് ഒന്ന് റീസ്റ്റാർട്ട് ആയി വരും. മൊത്തത്തിൽ കുറച്ച് ടൈം എടുക്കും മൊത്തത്തിൽ ഓണായി വരാൻ. അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിലോക വന്ന് കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം മൊത്തത്തിൽ ഓണായി വരും. ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക മൊത്തത്തിൽ ബൂട്ടായി വരാൻ വേണ്ടിയിട്ട്. അതായത് മെമ്മറി ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 16GB റാമിൽ ആവശ്യം വരും. അപ്പോൾ ഓണായി വന്നിട്ടുണ്ട്. അതിൽ സെറ്റിങ്സ് എടുക്കുക, എബൌട്ട് ഫോണ്, അതിലെന്ത് ചെയ്യണം, നമുക്ക് ഫോണിൻ്റെ നോക്കുമ്പോൾ 8+8 വന്ന്, അതായത് ഇപ്പോൾ 16GB റാമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ മെമ്മറിയിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടാവും. 256 മെമ്മറിയിൽ നിന്ന് ചെറുതായിട്ട് എന്ത് കൺവേർട്ട് ചെയ്തിട്ട് 8GB റാമിലേക്ക് മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ 16GB മെമ്മറി ആയിട്ട് ഉപയോഗിക്കുക.